വീണ പ്രഗ്നന്റ് ആണോ, വീണയുടെ മുഖത്തിനൊരു ഗ്ലോ വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രഗ്നന്റ് അല്ലേ, എന്തെങ്ങനെ ഇത്രയും ലൂസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ടുള്ള വീഡിയോസ് എടുക്കുന്നത്, ഈ കമന്റുകൾക്കെല്ലാം മറുപടി നൽകണമല്ലോ എന്ന് ആഗ്രഹിച്ചു. ആ മറുപടിയാണ് ഇപ്പൊ പറയുന്നത്. ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറയാനാണ് വന്നത്. കഴിഞ്ഞൊരു 3-4 ആഴ്ചയായിട്ട് ഈ ചാനലിലേക്ക് ഒരു കണ്ടന്റും ഞാൻ ഇടുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. പക്ഷെ എന്നോട് സ്നേഹമുള്ള കുറേ കമൻറ്റുകളൊക്കെ എനിക്ക് വന്നു കേട്ടോ. ചേച്ചി ഈ ചാനൽ നിർത്തിയോ, ഈ ചാനൽ ഉപേക്ഷിച്ചോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അത് കണ്ടപ്പോഴാണ് എന്തായാലും ഇതിലൊരു കണ്ടന്റ് ഇടണം, ആ കണ്ടന്റ് കുറച്ചധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരിക്കണം എന്ന് വിചാരിച്ചത്. 2-3 കാരണങ്ങൾ കൊണ്ടാണ് ബേസിക്കലി ഈ പേഴ്സണൽസ് ബൈ വീണ എന്ന് പറയുന്ന ചാനലിൽ കണ്ടന്റ് ഇടാൻ സാധിക്കാതിരുന്നത്. ഒന്ന് എന്ന് പറയുന്നത്, നമ്മളുടെ മെയിൻ ചാനൽ ഒറിജിനൽസ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന മെയിൻ ചാനൽസിൽ ഒരുപാട് വർക്കുകൾ പെൻഡിങ് വന്നിരുന്നു. അപ്പോൾ അത് തീർക്കണമായിരുന്നു. ചില യാത്രകൾ വന്നു, ആ യാത്രകൾ തീർക്കണമായിരുന്നു. ചില ഹെൽത്ത് ഇഷ്യൂസ് വന്നു, അങ്ങനെ കുറച്ചു കാലം അവധിയെടുത്തു. ഇങ്ങനെയുള്ള പല പല കാരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ കുറച്ച് മടിയുണ്ടായിരുന്നു. അപ്പോൾ മടിക്കുള്ള കാരണമൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് മൊത്തത്തിൽ ഞാനൊന്ന് പുറകോട്ട് പിൻവലിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ വീണ്ടും ഇനി പഴയതുപോലെ തന്നെ വളരെ ആക്റ്റീവായി കണ്ടന്റുകളൊക്കെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 മാസമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമൻ്റാണ്, വീണ പ്രഗ്നന്റ് ആണോ, വീണയുടെ മുഖത്തിനൊരു ഗ്ലോ വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രഗ്നന്റ് അല്ലേ, എന്തെങ്ങനെ ഇത്രയും ലൂസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ടുള്ള വീഡിയോസ് എടുക്കുന്നത്, ഒന്നും ഒരു ഷേപ്പിലല്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കമന്റുകൾ കണ്ടിരുന്നു. അപ്പോൾ ഈ കമന്റുകൾക്കെല്ലാം മറുപടി നൽകണമല്ലോ എന്ന് ആഗ്രഹിച്ചു. ആ മറുപടിയാണ് ഇപ്പൊ പറയുന്നത്. സത്യത്തിൽ ഞാൻ പ്രഗ്നന്റ് ആണ്. പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആകണമെന്ന് ആഗ്രഹിച്ച കാലം മുതൽ എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു 4 മാസം മുമ്പ് തൊട്ട് ഞാൻ ഈ ചോദ്യം കേൾക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊന്നും അല്ലെങ്കിലും അപ്പോഴേ നിങ്ങളൊക്കെ ഇതെങ്ങനെ പ്രവചിച്ചു എന്നുള്ളതായിരുന്നു എൻ്റെ സംശയം. ഏതായാലും അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഫേസിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വെരി ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, 2025 ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, ഇത്തവണ ഒരു ഫാമിലി പ്ലാനിങ് ഉണ്ടാകണം, ഒരു കുട്ടി ഉണ്ടാവണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചപ്പോഴേ അത് സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ 3 മാസമായി, 3 മാസം കഴിഞ്ഞു ആക്ച്വലി. അപ്പോൾ പലരും ചോദിക്കും, അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇത് പറയാതെ വെച്ചത്, മറച്ചു വെച്ചത് എന്നൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയുമ്പോൾ അത് അതിൻ്റെ എല്ലാവിധ ക്ലാരിറ്റികളിലൂടെയും ക്ലാരിഫിക്കേഷനിലൂടെയും കടന്നു പോയതിന് ശേഷം എനിക്ക് തന്നെ ഇത് സത്യമാണ് ഒന്ന് പൂർണ്ണമായും ഒന്ന് ഉറപ്പുവരുത്തിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം അത് പറയാതിരുന്നത്. ആക്ച്വലി സ്പീക്കിംഗ്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഈ മെയ്യിൽ 6 വർഷമാകും. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാലോ, എൻ്റെ വളരെ എന്താ പറയുക, ഒരു സാധാരണ കുടുംബത്തിൽ ഒരു അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ടെൻഷനായിരിക്കും, അയ്യോ കല്യാണം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞ് മോൾക്ക് ഇതുവരെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല, രണ്ടാമത് 30 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകാൻ വളരെ പാടുണ്ടാകും, മൂന്നാമത്തെ കാര്യം എനിക്ക് PCOD അല്ലെങ്കിൽ PCOS ഉള്ളതാണ്, അപ്പോൾ അതുകൊണ്ടും പ്രശ്നങ്ങളുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള കുറേ കൺസേണുകൾ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രയോറിറ്റീസ് എല്ലാ കാലത്തും വേറെയായിരുന്നു. കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള ഒരു കരിയർ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. കഴിഞ്ഞൊരു 1.5 വർഷത്തോളമായി ഒറിജിനൽസ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ചാനലിന്റെ പുറകെ ആയിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ച് വളരെ നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. പെട്ടെന്ന് ഒരു പ്രഗ്നൻസിയിലേക്കൊക്കെ കടന്ന് എൻ്റെ ഒരു അത്തരത്തിലുള്ള ഒരു ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് സത്യസന്ധമായിട്ട് ഞാൻ കുറച്ച് ഡിലേ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുവിധം ഞാൻ അത്തരം കാര്യങ്ങളിലെല്ലാം ഞാൻ സെറ്റിലായി എന്ന് എനിക്ക് സ്വയം ബോധ്യം വന്നപ്പോഴാണ് എങ്കിൽ ശരി, 2025 എന്ന് പറയുന്നത് ഒരു 33 വയസ്സ് കഴിയുകയാണ്. അപ്പോൾ കുറച്ച് എന്താ പറയുക, പലരും ഇങ്ങനെ പറഞ്ഞു ഓവർ ഏജ്ഡ് ആണ്, ഹൈ റിസ്ക് പ്രഗ്നൻസിയിലേക്ക് മാറാനുള്ള സമയമായി, അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് ഡിലേ ചെയ്യിക്കല്ലേ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള എന്താ പറയുക കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ ഒക്കെ 4 പാടൊന്നും കേട്ടിരുന്നു. പക്ഷെ ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ് 2025 ഒരു ഫാമിലി പ്ലാനിങ് ചെയ്യണം, ഒരു കുട്ടിയെ ഇനി എനിക്ക് അങ്ങനെ ഒരു മദർഹുഡിനെയൊക്കെ ഹഗ് ചെയ്യാനുള്ള ഒരു സമയമായി, വെൽക്കം ചെയ്യാനുള്ള സമയമായി എന്നുള്ളത്.
അപ്പോൾ ഏതായാലും എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്ന ആദ്യത്തെ 3 മാസം ഞാൻ വിജയകരമായി പൂർത്തിയാക്കി. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പ്രഗ്നൻസി ഒക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് ഓൾറെഡി ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പിയർ ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിക്കുമല്ലോ. അപ്പോൾ ഒരു 90% ആൾക്കാർക്കും പറയാനുണ്ടായിരുന്നത് എഴുന്നേക്കാൻ വയ്യാതെ ഛർദ്ദിച്ച് കിടക്കുന്ന അവസ്ഥകൾ, ബോഡിക്കുണ്ടാകുന്ന അതിഭീകരമായ ബുദ്ധിമുട്ടുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നത്. പലരും പറയില്ലേ, നമ്മൾ ഇങ്ങനത്തെയുള്ള വാർത്തകളൊന്നും കേൾക്കരുത്, വളരെ ഹാപ്പി ന്യൂസ് മാത്രം കേട്ട് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിരിക്കണം എന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, ഇങ്ങനെയൊക്കെ അന്വേഷിക്കാനുള്ള ത്വര കുറച്ച് കൂടുതലായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടുതലായി അന്വേഷിക്കുക, ചാറ്റ് ജിപിടിയിലിട്ട് പഠിക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ വിനോദങ്ങൾ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ആദ്യത്തെ ട്രൈമസ്റ്ററിൽ ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുന്നുണ്ടായിട്ടില്ല. ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാനൊരു 4-5 തവണയായിരിക്കും ആകെ ഒരു ഛർദ്ദി എന്ന് പറയുന്ന ഫേസിലൂടെ കടന്നുപോയത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ബെഡ് റെസ്റ്റ് വേണ്ടതോ അല്ലെങ്കിൽ ഭയങ്കരമായി ശ്രദ്ധിക്കേണ്ടതോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത്, വീണ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെ ചെയ്തു. ഇത് ഒരു അസുഖമാണ്, രോഗമാണ് എന്ന് വിചാരിച്ചിട്ട് പേടിച്ച് മാറി നിൽക്കുകയൊന്നും വേണ്ട. ഇത് നമ്മുടെ ബോഡിയുടെ ഒരു അവസ്ഥയാണ്, അതിനെയൊക്കെ വളരെ സുഖമായിട്ട് തരണം ചെയ്തങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യത്തിലും ഒന്നിലും നോ പറയേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ അയ്യോ എനിക്ക് ഇത്രയും യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മാറി നിന്നിട്ടില്ല, ഒന്നുമില്ല. ഇനി ഇത് എപ്പോഴും അറിഞ്ഞാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഭയങ്കര രസകരമായ ഒരു സമയത്താണ്. ഈ ആപ് കൈസേ ഹോ മൂവിയുടെ പ്രൊമോഷൻ നടക്കുന്ന സമയം, അതുപോലെ പ്രഗ്നൻസി അറിയുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയമാണ്. പക്ഷെ എന്ത് വന്നാലും ഒരു ഹൈറ്റിന് ഒരു ലോയോ ഉണ്ടാവും എന്ന് പറയില്ലേ, അന്ന് പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് ആ കണ്ണിന് അസുഖം വന്നത്. അത് ഇത്രയും ഭീകരമാകാനും കാരണം നമുക്ക് ഈ ഒരു ഫേസിൽ, പ്രത്യേകിച്ച് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റിറോയിഡ്സ് ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതുകൊണ്ട് ഞാൻ മാക്സിമം അത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തു. അപ്പം അത് നല്ല ഭീകരമായി വന്നു. അവസാനം പിന്നെ എന്നെ ഗൈനക്കോളജിസ്റ്റ് എന്നോട് സജസ്റ്റ് ചെയ്തു, ഒരു സ്റ്റിറോയിഡ് വല്ലപ്പോഴും ഒരു സ്റ്റിറോയിഡ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു ആ ഫേസിൽ നിന്ന് ഞാൻ പുറത്തു വന്നത്. ഇനി വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ സംസാരിക്കുക. ഇപ്പോൾ അത്യാവശ്യം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരണ ആയതുകൊണ്ട് പിന്നെ നമുക്ക് പല പല സ്കാനുകളുണ്ട്. ഓരോ സ്കാൻ കഴിയുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ. ആക്ച്വലി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് 2 ദിവസത്തേക്ക് എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇത് സ്ഥിരം പോകുന്ന പോലെ സാധാരണ ലൈഫ് പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്കാനിങ് വരുന്നത്. അപ്പോൾ സ്കാനിങ്ങിന് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഡോക്ടർ നമ്മളെ ട്രാൻസ് വെജൈനൽ സ്കാൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കാണിച്ചു തരാം. ഞാൻ ആക്ച്വലി ആ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിന്റെ ബേബിയുടെ സൈഡിൽ ഒരു സർക്കിൾ എന്താ, അത് നമ്മൾ യോക്ക് സാക്ക് എന്ന് പറയും. അത് കണ്ടപ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ അമ്മേ, എൻ്റെ വയറ്റിൽ ഇങ്ങനെ ഒരാളുണ്ടോ, എന്താണ് എനിക്കറിയില്ല എന്താ ആ ഒരു ഫീലിങ്ങിനെ പറഞ്ഞു തരാമെന്ന്. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിങ്ങിലൂടെ ഞാൻ ആദ്യമായിട്ട് കടന്നു പോയത് ഇങ്ങനെ ഒരു സ്കാൻ എടുത്തപ്പോഴായിരുന്നു. അതിനുശേഷം NT സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കുട്ടിക്കുണ്ടോ അല്ലെങ്കിൽ ഈ ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയാനായിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു NT സ്കാൻ എടുത്തിരുന്നു. NT സ്കാനിലൂടെയും NT സ്കാൻ എടുത്തപ്പോഴും എല്ലാം ഓക്കെയാണ്, പേടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്തുണ്ടായിരുന്ന ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ NT സ്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വളരെ കൂളായിട്ട് ഇവിടെ നിന്ന് പാട്ടമാടി പോവാണ്, മറ്റൊരു സ്കാനാണ്, ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്നപ്പോഴേ അറിയുന്നത് നമ്മുടെ ഈ ബേബി നേരെ കിടന്നാൽ മാത്രമേ ഈ സ്കാൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന്. അന്നേ എൻ്റെ വയറ്റിൽ കിടക്കുന്ന ആള് വല്ല മിടുക്കനായതുകൊണ്ടോ അല്ലെങ്കിൽ മിടുക്കിയായതുകൊണ്ടോ ആ ഒരു അവസ്ഥ എനിക്ക് തരുന്നേ ഉണ്ടായിരുന്നില്ല. ഒരു 4 തവണയെങ്കിലും സ്കാനിങ്ങിന് പോയി. ആദ്യത്തെ തവണ ഡോക്ടർ പറഞ്ഞു, കുട്ടി മലർന്ന് കിടക്കുന്നില്ല, കമിഴ്ന്ന് കിടക്കുകയാണ്, പിന്നെ പോയി എന്തെങ്കിലും കുറച്ച് സ്വീറ്റ്സ് കഴിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ സ്കാൻ വിജയകരമായി പരാജയപ്പെട്ട് സ്വീറ്റ്സ് കഴിക്കാൻ പോയി. സ്വീറ്റ്സ്, ഷുഗർ, മറ്റേ ചായ ഇതൊക്കെ കുടിച്ചു. എനിക്ക് ബേസിക്കലി ഷുഗറൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ്. ഇതെല്ലാം ഞാൻ ഇതിനു വേണ്ടി ചെയ്ത് വീണ്ടും തിരിച്ചു വന്നപ്പോഴും ആൾ ഇരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടി ഇരിക്കുകയാണ്, വീണ്ടും പോയി വേറെ എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ട് വരൂ, അല്ലെങ്കിൽ ലഞ്ച് കഴിച്ചിട്ട് വരുമോ പറഞ്ഞു. അങ്ങനെ പോയി ഞാൻ വളരെ വിഭവസമൃദ്ധമായ ലഞ്ച് കഴിച്ചു, വീണ്ടും തിരിച്ചു വന്നു. വീണ്ടും തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇയാൾ വീണ്ടും കമന്ന് കിടക്കുന്നു. അങ്ങനെ എന്നെ ഒരു 3-4-5 തവണ ഈ NT സ്കാനിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ട്. അപ്പോഴേ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയും, നിൻ്റെ അതേ സ്വഭാവം തന്നെയാണെന്ന് തോന്നുന്നു വയറ്റിൽ കിടക്കുന്ന ആൾക്ക്, കാരണം ഇപ്പോഴേ തലതിരിഞ്ഞ സ്വഭാവമാണല്ലോ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു ഫേസ് ആയിരുന്നു.
സെക്കൻഡ്ലി വരുന്നതാണ് ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതും ഒരു 3 month ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഡബിൾ മാർക്കർ ടെസ്റ്റ് എടുക്കാം, അതല്ലെങ്കിൽ NIPT എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാം. അപ്പോൾ ഡബിൾ മാർക്കർ എന്ന് പറയുന്ന ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു 80 to 90% അക്യുറസി നൽകുമ്പോൾ NIPT ടെസ്റ്റ് ഒരു 99.9% അക്യുറസി നൽകുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചു എന്താ എടുക്കണ്ടേ. ഡോക്ടർ പറഞ്ഞു ഡബിൾ മാർക്കർ എടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിൽ വേണ്ട, നമുക്ക് ഇത് ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന, ഇനി ഒരിക്കൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പില്ലാത്ത ഒരവസ്ഥയാണ് ഈ മദർഹുഡ് അല്ലെങ്കിൽ പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഒരു ഡബിൾ കൺഫർമേഷൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് NIPT ടെസ്റ്റ് കൊടുത്തു. അതിൻ്റെ ടെസ്റ്റിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടി. സോഫാർ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലൈഫിലെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഇത്രയും എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോൾ പ്രൊഫഷണൽ ലൈഫ് ഞാൻ കുറച്ച് ഉഴപ്പിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് എക്സ്റ്റെൻറ്റ് സത്യമായിരിക്കും. കുറച്ച് ഉഴപ്പിയിട്ടുണ്ട്, പലപ്പോഴും മടിയാണ്, ക്ഷീണമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കിടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് താങ്ക്ഫുള്ളി എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ അതെല്ലാം എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എന്താ പറയുക, ഞാനില്ലാത്തത് കൊണ്ട് കാര്യങ്ങൾ ഡിലേ ആയി പോവുക അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കാതെ പോവുക, അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം സോഫാർ പ്രഗ്നൻസി എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ഫേസാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചിലപ്പോൾ കുറേ ആൾക്കാർ പ്രഗ്നൻ്റ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു ഫേസിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവും. ഞാൻ പേഴ്സണലി ശ്രദ്ധിച്ച കാര്യം എന്ന് പറയുന്നത്, ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന അവസ്ഥ ഞാൻ എന്നാണോ കൈവരിച്ചത്, അതിനുശേഷം ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുക. സോ ദാറ്റ് നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളൊന്നും ആ ഒരു ഏരിയയിൽ ഉണ്ടാകരുത് എന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രഗ്നൻസി ആണ് എന്നുള്ളത് കൊണ്ട് എൻ്റെ കരിയറിന് ഒരു കോട്ടം തട്ടരുത് എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതും ടു എ ഗുഡ് എക്സ്റ്റെൻറ്റ് അത് അങ്ങനെ മാനേജ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പെൺകുട്ടികളോട് എനിക്ക് എപ്പോഴും അത് പറയാനുള്ള, എനിക്ക് എല്ലാ കാലത്തും പറയാനുള്ള കാര്യമാണ്, ഈ 2 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനി കുട്ടിയായി അതുകൊണ്ട് ഇനി 2-3 വർഷത്തേക്ക് നമുക്കൊരു ജോലി ചെയ്യേണ്ട, പ്രഗ്നൻ്റ് ആയി നമ്മളിത് എല്ലാത്തിൽ നിന്ന് മാറി നിന്നേക്കാം, അങ്ങനെയൊക്കെയുള്ള തോട്ടുകളൊക്കെ മാറ്റി വെച്ചിട്ട്, ഇതൊരു രോഗമൊന്നുമല്ല, ഇത് വളരെ ഹാപ്പി ആയിട്ട് കടന്നു പോകാൻ പറ്റുന്ന ഒരു ഫേസാണ്. ചിലപ്പോൾ കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എന്തൊക്കെ പറയുമ്പോഴും എനിക്കും ഉണ്ട്, നടുവേദനയുണ്ട്, ചിലപ്പോൾ കാലുവേദനയുണ്ട്, രാത്രി ചില ദിവസങ്ങൾ ഉറക്കം വരാത്ത വെറുതെ ഇരിക്കുന്ന ദിവസങ്ങളുണ്ട്, അതിഭീകരമായ മൂഡ് സ്വിങ്സ് ഉണ്ട്. ഞാനിപ്പോൾ ചിരിച്ചുകൊണ്ട് നിന്ന അടുത്ത നിമിഷം ഞാൻ ആരോടെങ്കിലും ദേഷ്യപ്പെടുന്നുണ്ടാവും, അതല്ലെങ്കിൽ എനിക്ക് വെറുതെ എന്തെങ്കിലും ഒരു കൊച്ചു കാര്യം കിട്ടിയാൽ എനിക്ക് കരയണമെന്ന് തോന്നും. അതൊക്കെ സ്വാഭാവികമല്ലേ. എനിക്ക് പ്രഗ്നൻ്റ് ആയ പെൺകുട്ടികളോട്, പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫാക്ടർ തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ ടു എ ഗുഡ് എക്സ്റ്റെൻറ്റ് നമ്മുടെ പകുതി പ്രശ്നങ്ങളും അവിടെ തീരും. സെക്കൻഡ്ലി എന്ന് പറയുന്നത്, പ്രഗ്നൻ്റ് ആയി അതുകൊണ്ട് ഇനി കരിയർ വേണ്ട, അടുത്തൊരു പ്രഗ്നൻ്റ് ആയ അന്ന് തൊട്ട് ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഇനി മുതൽ വീട്ടിൽ മാത്രം ഇരിക്കാം, അടുത്തൊരു 3 വർഷത്തേക്ക് ഇനി ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ വയ്യ, ഇങ്ങനെയൊന്നും ദയവ് ചെയ്ത് ചിന്തിക്കല്ലേ. കാരണം ഇതൊരു നമ്മുടെ ലൈഫിലെ ഒരു ഫേസ് മാത്രമാണത്. അതിനെ വളരെ സന്തോഷകരമായി എടുക്കുക. ഇതൊരു രോഗമല്ല, ഇതൊരു ശാരീരിക അവസ്ഥ മാത്രമാണെന്ന് മനസ്സിലാക്കുക. വളരെ സന്തോഷത്തോടെ അതിനെ ഫേസ് ചെയ്യുക. ഇപ്പോൾ എന്തൊക്കെ പറയുമ്പോഴും എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതായത് എനിക്ക് ചില ദിവസങ്ങളിൽ നടുവേദന ഉണ്ടാകാറുണ്ട്, കാലുവേദന ഉണ്ടാകാറുണ്ട്, ഉറക്കമില്ലാതിരിക്കുന്ന ദിവസങ്ങളുണ്ട്, അതല്ലെങ്കിൽ അതിഭീകരമായ മൂഡ് സ്വിങ്സ് ഉണ്ട്. ചിലപ്പോൾ ഞാൻ വളരെ ചിരിച്ചുകൊണ്ടിരിക്കും, ചില സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യം വരും, ചില സമയത്ത് ഒന്നും വിചാരിക്കാതിരിക്കുമ്പോൾ എനിക്ക് കരയണം എന്ന് തോന്നും. ഇങ്ങനെയൊക്കെ ഉണ്ടാവാറൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയുള്ളൂ. അപ്പോൾ ഏതായാലും ഈ ഫേസിനെ ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. ഇനി അങ്ങോട്ടും വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അല്പം വൈകിയാണ് ഈ ഒരു വാർത്ത ഇങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതിന് ഐ എം റിയലി സോറി. കാരണം എനിക്ക് ഇതൊന്ന് ഒരു ഫുൾ ക്ലാരിറ്റി വേണമായിരുന്നു. അതിനായിരുന്നു ഇത്രയും കാലം ഡിലേ ചെയ്തത്. സോഫാർ കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. അപ്പം അങ്ങനെ തന്നെ പോകട്ടെ. നിങ്ങളുടെയൊക്കെ എന്നെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന വേണം, സപ്പോർട്ട് വേണം. അതൊക്കെ മുന്നോട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട്, അല്ലെങ്കിൽ മറ്റൊരു എക്സൈറ്റിംഗ് കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.